ഇന്ന് +1 പ്രവേശനമുണ്ട് അല്ലെങ്കിൽ പ്രവേശന നടപടികൾ തുടരുകയാണ്, അതിന് മാറ്റമുണ്ടോ എന്നൊരു പ്രശ്നം ചോദിച്ചായിരുന്നു. +1 നടപടികൾ തുടരും, പ്രവേശനം തുടരും എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. വയനാട് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചെയ്യുന്നുണ്ട്. സുർജിത്ത്, എന്താണ് വയനാട് ഇന്നലെ രാത്രിയിലത്തെയും ഇന്ന് പകലിൻ്റെയും അല്ലെങ്കിൽ പുലർച്ചയുടെയും കാഴ്ച? ഗുഡ് മോർണിംഗ് സുർജിത്ത്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ക്രിസ്റ്റീന. ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ മഴയാണ്. ഇപ്പോഴും മഴ തുടരുകയാണ്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ പല ഭാഗത്തും മഴ പെയ്യുന്നുണ്ട്. ലക്കിടി, മേപ്പാടി, തൊണ്ടർനാട്, മാനന്തവാടി, ബത്തേരി ഉൾപ്പെടെയുള്ള കൽപ്പറ്റ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ രീതിയിൽ തന്നെ മഴപ്പെയ്ത്ത് തുടരുകയാണ്. അത് ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ മഴയുണ്ട്. ഇന്നലെ പകൽ ഇടവിട്ടാണ് മഴ പെയ്തതെങ്കിൽ ഇത് തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. കീഴ്ത്തടങ്ങളിൽ താമസിക്കുന്നവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ ക്യാമ്പുകൾ തുറക്കുക എന്നുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. മാത്രമല്ല, ചൂരൽമല പുഴ നിറഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ നീരൊഴുക്ക് സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ണ് അരികുകളിലേക്ക് കോരിയിട്ടിരുന്നു. മണ്ണും കല്ലും ഉൾപ്പെടെയുള്ളവ അരികുകളിലേക്ക് കോരിയിട്ടിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ മഴപ്പെയ്ത്തിൽ വെള്ളം കയറിയ ഘട്ടത്തിൽ അത് ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഈ ബെയിലി പാലത്തെ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഒരു സംരക്ഷണ ഭിത്തി താഴെ നിർമ്മിച്ചിരുന്നു. അതിന് ചെറിയ വിള്ളൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആശങ്കാജനകമായ വിധത്തിലുള്ള ഒരു വിള്ളലല്ല എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും മഴപ്പെയ്ത്ത് ശക്തമായ തോതിൽ തന്നെ തുടരുന്നു. ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഈ മരം പൊട്ടി വീഴലാണ്. അതായത് വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം പൊട്ടി വീഴുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മഴ പെയ്തപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ പാതയോരത്തുള്ള മരങ്ങൾ പൊട്ടി വീഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ പോലും ദേശീയപാതയിൽ തൊട്ടപ്പൻകുളത്ത് മരം പൊട്ടി വീണിരുന്നു. ബത്തേരി മേഖലയിലാണ് തൊട്ടപ്പൻകുളം എന്ന് പറയുന്ന പ്രദേശം. അവിടെയാണ് മരം പൊട്ടി വീണത്. അതാണ് ഏറ്റവും വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ തന്നെ ഈ നേരത്തെ ഒരു അനുഭവം ഉള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് ചുരൽമല മുണ്ടക്കൈ ദുരന്തമുള്ളതിൻ്റെ ആ ദുരന്തത്തിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മഴയുടെ ഭാഗമായുള്ള എല്ലാ ഉദ്യോഗസ്ഥല യോഗവും എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടം, അത്യാവശ്യ ഘട്ടം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുള്ള നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കും. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സുർജിത്തിന്റെ ഫ്രെയിമിൽ നിന്ന് തന്നെ മനസ്സിലാവും തോന്നുന്നില്ലേ മഴയുടെ തീവ്രത?